നമ്മളെ മക്കൾ ചിലപ്പോൾ കേട് വന്നാൽ തന്നെ നല്ലോരോടൊപ്പം കൂട്ടുകൂടി അങ്ങോട്ട് നന്നാവും. ശരിക്ക് നായ തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമല്ലോ, അതിലൊന്ന് മണ്ണും ആവണം. അങ്ങനത്തെ ഒരു നായയാണ് കിത്തുമീർ എന്ന നായ സ്വർഗത്തിലെത്തിയത്. ശരിക്ക് നജസ് മനസ്സിലുണ്ടൊക്കെ തന്നെ സ്വർഗത്തിലെത്തൂല. ഇത് നജസന്നായ ഒരാളാണല്ലോ നായ, എന്നിട്ട് ആ നായ സ്വർഗത്തിൽ. എന്താ കാരണം? ആ നായന്റെ നജാസത്ത് എന്ന് പറയുന്ന വസ്ഫ് അല്ലാഹു ഡിലീറ്റ് ആക്കി ആക്കെ പോക്കി ശുദ്ധിയാക്കിയിട്ടാണ് ആ നായനെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത്. ഇമാം ബുജൈരിമി, ഇമാം ബാജൂരി തങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്താ കാരണം എന്നറിയാം? 7 ഔലിയാക്കളാകുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ ഒന്നിച്ച് കുറെ കാലം ജീവിച്ചപ്പോ നായ തന്നെ നന്നായി. കണ്ടോ? അതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആശയം. നമ്മളെ മക്കൾ നന്നാവണോ? അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. നാട്ടിലെ SOSന്റെ ഒന്നിച്ച് SSFന്റെ ഒന്നിച്ചൊക്കെ ആയിരിക്കണം നമ്മളെ മക്കളൊക്കെ ഇടപെടുന്നത്. ഇന്നലെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവരുടെ നാട്ടിൽ നിന്ന് അവരുടെ ഉമ്മയൊക്കെ ഇന്ന ആളോടൊപ്പമാണ് സുന്നത്ത് ജമാഅത്തിൽ നന്നായി പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ചാണ് പറയണത്. അവരോടൊപ്പമാണ് പോയത് എന്ന് പറഞ്ഞാൽ ഉമ്മ ഒന്നും ചീത്ത പറയൂല. ആദ്യം ചോദിക്കില്ല, നീ ഇന്ന ആളോടൊപ്പമാണ് പോയത്? എന്നാ പ്രശ്നമില്ല, എവിടെങ്കിലും മഹദറത്തുൽ ബദരിയക്കോ സെക്ടർ സെക്രട്ടേറിയറ്റിനോ വല്ല കാഫിലത്ത് ദഅവക്കോ സാന്ത്വന പ്രവർത്തനത്തിനോ ആയിരിക്കും ഉമ്മാക്ക് അറിയാം. ഇങ്ങനെ ആയിരിക്കണം നമ്മളെ മക്കൾ. സ്വാലിഹീങ്ങളോടൊപ്പം കൂട്ടുകൂടണം. അല്ലാത്ത കാലത്ത് നമ്മളെ എത്ര കുട്ടികളെ പഠിപ്പിച്ചാൽ അതിന്റെ വിരുദ്ധമായിട്ടാ കൂട്ടുകാരടുത്തുനിന്ന് കിട്ടുക. പ്രത്യേകിച്ച് പുതിയ കാലത്ത് എന്ന് പറഞ്ഞാല് അടിച്ചു പൊളിക്കണം, ആരെന്തുപദേശിച്ചാൽ അതിന് ട്രോളണം എന്നൊരു സ്വഭാവമുള്ള കാല. ആ കാലത്ത് ഉപദേശങ്ങളൊക്കെ ഫലിക്കണം എന്നുണ്ടെങ്കിൽ അല്ലോ അങ്ങനെയൊന്നും പറയരുത് എന്നുള്ളൊരു അദബുണ്ടാവും, തഖ്വയുണ്ടാവും. കൂടുതൽ വിശദീകരിക്കല്ല. രണ്ടാമത്തെ ഒരു ആശയം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, രണ്ടാമത്തെ കാര്യം, മക്കൾ കഴിക്കുന്ന ഫുഡ് പ്യുവർ ഹലാലാണ് എന്ന് ഉറപ്പുവരുത്തണം. അതിനെന്താ ആദ്യം വേണ്ടത്? ഗസാലി ഇമാം റഹിമഹുല്ലാഹ് തന്നെ പറയാം, ഉമ്മാന്റെ ഫുഡ് ഹലാലാണ്. ഉമ്മാന്റെ ഫുഡ് ഹലാലാൻ എന്താ വേണ്ടത്? ഉപ്പ സമ്പാദിക്കുന്നത് ഹലാലാവണം. ദെൻ ഗസാലി ഇമാം തുടരുക, അപ്പൊ കുട്ടി ജനിച്ച ഉടനെ മുതൽ കുടിക്കുന്ന മുലപ്പാൽ ഹലാലാവണം. അതിന് ഉപ്പ സമ്പാദിക്കുന്നത് മുഴുവനും ഹലാല് തന്നെ എന്ന് ഉറപ്പിക്കണം. മുലപ്പാല് മുതൽ അത് ശ്രദ്ധിക്കണം. ഹറമൈൻ ഇമാം എന്ന ഗസാലി ഇമാമിന്റെ ഉസ്താദ് പറയുന്നുണ്ട്, എന്റെ ഉപ്പ ജുവൈനി ഇമാമ് എന്റെ ഉമ്മാനോട് അഥവാ അവരുടെ ഭാര്യനോട് പറഞ്ഞത്രേ, എന്റെ മോന് നീ അല്ലാതെ പാല് കൊടുക്കാൻ പാടില്ല. ആ കാലത്ത് ഈ പാല് കൊടുക്കുന്ന സ്ത്രീകൾ സുലഭമായി ഉണ്ട്. പാവങ്ങളായ സ്ത്രീകളൊക്കെ പണക്കാരുടെ വീടുകളിൽ പോയി പരിചരണങ്ങളും ഖിദ്മത്തുകളൊക്കെ ചെയ്യുന്ന പോലെ അവിടുത്തെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന ഒരു സർവീസും അവർ ചെയ്യും. എന്നിട്ട് അവരുടെ ജീവിതോപാധി കണ്ടെത്തും. ആ കാലത്ത് ഹറമൈൻ ഇമാമിന്റെ വാപ്പാന്റെ ശക്തമായ നിലപാട്, ഈ അടിമ സ്ത്രീകളൊക്കെ ഉണ്ടാവും, അവർ ഹിയർ ആൻഡ് ദെയർ അവിടെ പലപ്പോഴും പല സ്ഥലത്തുനിന്ന് സമ്പാദിക്കും. ഹറാമാണോ ഹലാലാണോ ശുഭഹത്താണോ എന്ന് അവര് നോക്കൂല. അവരുടെ പാൽ എന്റെ മോനിക്ക് കൊടുക്കരുത്. ഒരു ദിവസം എന്റെ വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഉമ്മ വീട്ടിന്റെ മുറ്റത്തോ മറ്റെവിടെയോ ആയിരുന്നു. പാല് കിട്ടാൻ വിശന്ന് ദാഹിച്ച് കരയുന്ന ഘട്ടമായതുകൊണ്ട് വീട്ടിൽ ജോലി ചെയ്യുന്ന അടിമ സ്ത്രീ അവരുടെ മാറിടത്തിലേക്ക് ചേർത്ത് എനിക്ക് പാല് തരുന്നതാ എന്റെ വാപ്പച്ചി എന്നെ കുറിച്ച് കാണുന്നത്. വാപ്പ എന്നെ പിടിച്ചു വാങ്ങി, എന്നിട്ട് കാല് മേലെയും തല താഴെയാക്കിയിട്ട് ആ പാല് ഛർദിപ്പിച്ചു. അത്രയും സൂക്ഷ്മത ഉണ്ടായിരുന്നു മക്കൾ നന്നാവണം എന്ന വിഷയത്തിൽ. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ അബൂ ദുജാന റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു പോകുന്നത് പതിവായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചല്ലോ, എവിടെ പോണത്? ദുആയൊന്നുമില്ലേ, ദിക്റില്ലേ? നബിയെ, എന്റെ വീടിന്റെ അപ്പുറത്തുള്ള വീട് ജൂതന്റെ വീടാ. അയാളുടെ വീട്ടിലെ ഈന്തപ്പന മരം, ആ മരത്തിൽ നിന്ന് ഈത്തപ്പഴം രാത്രി കാറ്റ് വീശുമ്പോൾ വീഴും. എന്റെ മക്കളാണെങ്കിൽ പട്ടിണിയിലായി കിടന്നുറങ്ങുന്ന മക്കളാ. ഒരു ദിവസം ഞാൻ പോകുമ്പോൾ അത് എടുത്ത് തിന്നത് കണ്ടപ്പോൾ എന്റെ ഖൽബ് കത്തിപ്പോയി. ഞാൻ ആ മോന്റെ വായിൽ നിന്ന് പറിച്ചെടുക്കുക ചെയ്തത്. കണ്ടോ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയ സ്വഹാബത്ത് നിലപാടിൽ ഒരു വെള്ളം ചേർക്കലും ഇല്ല.
കുറച്ചാലും പിള്ളേരല്ലേ എല്ലാം ഇങ്ങനെ കൺട്രോൾ ആക്കാൻ പറ്റും. ആഖിറത്തിൽ കൺട്രോൾ ഉണ്ടാണോ? 1.5 വയസ്സുള്ള കുട്ടിക്ക് പനിയായാൽ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേദനിക്കും നമുക്ക് അറിഞ്ഞിട്ട് പോലും നമ്മൾ എന്തിനാ ഇഞ്ചക്ഷൻ ചെയ്യാൻ കൊണ്ടുപോകുന്നത്? ആ വേദനിപ്പിക്കൊന്നും വേണ്ടെന്നാ പറയല്. അത് സ്നേഹം കൊണ്ടാണ്. അതല്ലേ സ്നേഹം. നേരം വൈകി ഉറങ്ങിയല്ലേ ഓൻ എന്തിനാ സുബഹിക്ക് വിളിക്കുന്നത് എന്നല്ല പറയേണ്ടത്. ആഖിറത്തിന്റെ സ്നേഹമല്ലേ ഒരു ഉപ്പാക്ക് വേണ്ടത്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അബ്ദുൽ ഖാദർ ഹാജി എന്ന് പറഞ്ഞ പ്രോഗ്രസ് കാർഡിൽ ഒപ്പിടുന്ന ആളാ. എടെ ഒപ്പിടണ്ടേ? രക്ഷിതാവ് പേര് ഒപ്പ് അല്ല, രക്ഷിക്കുന്ന ആളാവണം. എവിടുന്ന്? നരകത്തുനിന്ന്. അതാ ഖുർആൻ പറഞ്ഞ ഡെഫിനിഷൻ. അതിന് സമ്പാദിക്കുന്ന ഹലാലാണ്. പഴയ കാലത്തെ ഉമ്മമാർ ഭർത്താക്കന്മാര് ജോലിക്ക് പോകുമ്പോ പറയത്രേ, നിങ്ങൾ വൈകുന്നേരം വെറും കൈയോടെ വന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പട്ടിണിന്ന് ജീവിച്ചാലും കുഴപ്പമില്ല, കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, നിങ്ങൾ ഹറാമ് തീറ്റിച്ചിട്ട് നമ്മളെ നരകം തീറ്റിക്കല്ലേ, ഹറാമ് സമ്പാദിച്ചു കൊണ്ടുവരല്ലേ. പഴയകാല ഭാര്യമാരാണ് കേട്ടോ. അല്ലാതെ എന്തല്ല, ലോണാണെങ്കിൽ ലോൺ, ഒരു വണ്ടി എടുക്കാൻ മനസ്സിലാവും, മുട്ടുവേദന, അങ്ങനല്ല കേട്ടോ കേട്ടോ. ആഖിറം നമുക്ക് വലുതായി കാണണം. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ. ദുനിയാവ് തീർന്നു പോകാനുള്ളതല്ലേ, ദുനിയാവ് നമുക്ക് തീർന്നു പോകാനുള്ളതല്ലേ. അതിന് ഹലാല് മാത്രമേ ഞാനും മക്കളും കഴിക്കുള്ളൂ എന്ന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയും ചെയ്യണം. ഹുസ്നു തനബ്ബുഹ് ലിമാ വറദ ഫി തശബ്ബുഹ് എന്ന കിതാബിൽ കാണാം, ചെറുപ്പക്കാര് കല്യാണം കഴിക്കുന്ന സമയം മുതലേ അത് ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഭാര്യക്ക് കൊടുക്കുന്ന മഹറും ഭാര്യക്ക് പിന്നീട് കൊടുക്കുന്ന ചെലവിന്റെ പൈസയും പണവും, ഇത് രണ്ടും പ്യുർ ഹലാലായാൽ ആ ദമ്പതിമാർക്ക് ജനിക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളാവുന്നതാണ്. കണ്ടോ, മഹർ വാങ്ങുന്ന പണം ഒരു 5 പൈസ ഒരു ശുഭത്തില്ലാത്ത ഹറാമല്ലാത്ത പണമായി. ആ മഹറാണ് ആ പെണ്ണിനെ കാണലും ആ പെണ്ണുമായി സുഖാനുഭവിക്കലിലൊക്കെ നമ്മളൊരു കണ്ടീഷനായി വെക്കണം. ഈ മഹറിന് പകരം എന്റെ മകൾ ഫാത്തിമ എന്നവരെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് കേൾക്കാറില്ലേ? ഈ മഹറിന് പകരം ഈ മഹറാവണം. ഒരേറ്റാണുമണി തൂക്കം അതിൽ ഹറാമ് പോയിട്ട് ശുഭത്ത് പോലും ഇല്ലാത്ത, ഒരാളെ പറ്റിക്കാത്ത, ഒരാളോട് കളവ് പറഞ്ഞ് കച്ചവടം നടത്താത്ത, ഒരോൺലൈൻ ഹറാമായ ബിസിനസ്സിലും ഏർപ്പെടാത്ത, ഒരു ലോണോ പലിശയോ ഇല്ലാത്ത പിയർ ഹലാലായ പണമായി ഉറപ്പാണ്. ബുഖാരി ഇമാമിന്റെ ആണ്ടിന്റെ മാസമല്ലേ ശവ്വാൽ. ബുഖാരി ഇമാമിന്റെ പേരെന്താ? മുഹമ്മദ്. വാപ്പാന്റെ പേരോ മുഹമ്മദ് ബിൻ ഇസ്മായിൽ. ഇസ്മായിൽ എന്ന വാപ്പ. ഈ ഇസ്മായിൽ എന്ന വാപ്പ വഫാത്താവുമ്പോ പറഞ്ഞല്ലോ, എന്റെ മോനിക്ക് അനന്തര സ്വത്തായിട്ട് കുറെ സ്വത്ത് ബാക്കിയാക്കിയിട്ടാണ് ഞാൻ പോകുന്നത്. എന്റെ സ്വത്തിൽ ഒരു ദിർഹം പോയിട്ട് 1/2 ദിർഹം പോലും ഹറാമും ശുബ്ഹത്തും ഒന്നും ഇല്ല. ഈ പണം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിച്ച് ആയിരക്കണക്കിന് ഉസ്താദുമാരെ കണ്ടെത്തി ലക്ഷക്കണക്കിന് ഹദീസുകൾ ശേഖരിച്ച ബുഖാരി ഇമാമിന്റെ സഹീഹുൽ ബുഖാരിക്ക് എങ്ങനെ ഇത്ര സ്വീകാര്യത ഇല്ലാതിരിക്കുക? അതിന്റെ അടിസ്ഥാനം ക്ലിയറാണ്. തറ കെട്ടുന്നത് ഹലാലായ പണം കൊണ്ടായിരിക്കണം. ഷോപ്പ് തുടങ്ങുന്നത് ഹലാലായ പണം കൊണ്ടായിരിക്കണം. ഭാര്യക്ക് കൊടുക്കുന്ന ആ ഒരു വിഹിതം, വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾ എല്ലാം ഹലാലായിരിക്കണം. ഹറാം നമ്മൾ തിന്നാൽ എന്താ പ്രശ്നം? കിട്ടിയെടുത്തുന്നൊക്കെ നമ്മൾ കഴിക്കുക. അത് അർത്ഥിനോ മൂമിനാണോ അങ്ങനത്തെ ഒരു കണ്ടീഷൻ നമുക്കില്ല. അങ്ങനെ കഴിക്കുന്ന ആൾക്കുള്ള പ്രശ്നം എന്താ? ഹറാമായ ഫുഡ്, ശുബ്ഹത്തായ ഫുഡ് അയാളുടെ വയറ്റിൽ എത്തിയാൽ അയാൾക്ക് 3 പ്രശ്നം ഉണ്ടാവും. ഒന്ന്, അല്ലാ യജിദ ലിത്വാഅതി സമറ, അയാൾക്ക് ഇബാദത്ത് ചെയ്യാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. നിസ്കരിച്ച് തീർക്കൂന്നല്ലാതെ. നിസ്കരിച്ചോ? ആ നിസ്കരിച്ചു. എന്റെ നിസ്കാരം ഇന്ന് കളായിട്ടുണ്ടല്ലേ? ഇല്ല, കളായിട്ടൊന്നുമില്ല. എന്റെ സുബി കളായിട്ടുണ്ടല്ലോ. ഉപ്പ സുബിക്ക് പള്ളിയിൽ പോയി ഇവിടുന്ന് സുന്നത്ത് നിസ്കരിച്ചിട്ടാ പോണത്. സുബി കഴിഞ്ഞ് ശേഷം 10 മിനിറ്റ് ഉസ്താദിന്റെ ദർസ് കഴിഞ്ഞ്, അത് കഴിഞ്ഞ് ഖുർആൻ ഓതി, അതും കഴിഞ്ഞ് ഇവിടെ വന്ന് ചായ കുടിച്ച് പത്രം വായിച്ച് ബാത്റൂമിലേക്ക് പോകുമ്പോ അല്ലേ നീ ഒന്നു കൊടുക്കാൻ പോകുന്നുണ്ടത്? 6:18 ഖലാഇല്, ഞാൻ 6:17 നിസ്കരിച്ചത്. ഒരു കടമ നിർവഹണം.
ഷട്ടർ 3:58 താഴ്ത്തിയിട്ട് ഓടിപ്പോയി ളുഹർ നിസ്കരിക്കുക, എന്നിട്ട് തിരിച്ചു വരിക. അപ്പോൾ പള്ളിയിൽ ഉസ്താദ് ചോദിച്ചു, എൻ്റെ ളുഹർ ഖളായിലിടാം. ഇത്രയും അടുത്ത് ഷോപ്പായിട്ട് ഇല്ല, ഖളായിട്ടൊന്നുമില്ല. നീ സലാം വിട്ടുന്നതിനും പിന്നെ ളുഹർ സലാം വിട്ടുന്നതിനും അസ്ർ ബാങ്ക് കൊടുത്തിട്ടില്ലേ? കൊടുത്തിന്. പിന്നെന്താ നീ ഒരു ഒരമാന വർത്താനം തണ്ട് വർത്താനം പറയണത്? അത് കുറ്റല്ലടാ. ഒരു റക്കായത്താണെങ്കിലും സമയത്തിന്റെ അപ്പുറത്തേക്കാക്കൽ ഖളായിട്ടൊന്നുമില്ലല്ലോ. അപ്പൊ ഓനിക്ക് പറ്റിയൊരു ഉസ്താദുണ്ട്. വോയിസ് വെച്ച ഉസ്താദ്, ളുഹർ 4 അല്ലേ, ഞാൻ 1, 2, 3 റക്കായത്തിലാണ് അസ്ർ ബാങ്ക് കൊടുത്തത്. അപ്പോൾ ആ നിസ്കാരം ഖളാവുമോ? ഉസ്താദ് ദർസിലോ അല്ലെങ്കിൽ ഡ്രൈവിങ്ങിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലോ തിരക്കിലോ ആയതുകൊണ്ട് ഉസ്താദ് നോ എന്നയച്ചു. ഓന് 5 പൂ 8 ലയിക്കും. ചങ്ങായി, ഒരു സലാം വിട്ടല്ല, ഒരു സെക്കൻഡ് സമയത്തിന്റെ അപ്പുറത്ത് പോയാൽ ഹറാമാണ്. ചെറിയ ഹറാമല്ല, വൻദോഷമാണ്, കുറ്റാണത്. ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്?